ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അധികം കേൾവിയില്ലാത്ത ഒരു ചെറിയ രാജ്യത്തിലേക്ക് യാത്ര പോകാം. ആദ്യം തന്നെ ഒരു സിം എടുക്കുക, പിന്നെ അടുത്ത് അക്കോമഡേഷനാണ്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ബീച്ച് റിസോർട്ടിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാം. ബീച്ച് റിസോർട്ട് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബീച്ചൊക്കെ ഉണ്ടാവും എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു റിസോർട്ട്. ഇതൊരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഇവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും 3 സ്റ്റാർ പ്രോപ്പർട്ടീസാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുള്ള ബീച്ചുകളാണ് ഈ രാജ്യത്തിലുള്ളത്. ഈ രാജ്യത്തിൻ്റെ പേര് അധികം സസ്പെൻസ് ഇടാതെ തന്നെ പറയാം. ടിമോർ ലെസ്റ്റെ എന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര്. വളരെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ടിമോർ ലെസ്റ്റെ. ബാലിയോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഈ രാജ്യം എന്തുകൊണ്ടോ ടൂറിസ്റ്റുകളുടെ ലിസ്റ്റിൽ ഇതുവരെയും ഇടം പിടിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭംഗിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ സാധാരണ കൊച്ചു കൊച്ചു പെട്ടിക്കടകളും ചെറിയ ചെറിയ ബാർബർ ഷോപ്പുകളും വിറകുകൾ വിൽക്കുന്ന കടകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു രാജ്യം. വളരെ മിനിമമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു രാജ്യമാണ് ടിമോർ ലെസ്റ്റെ. ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടുത്തെ പ്രധാന കാഴ്ച ക്രിസ്റ്റോ റേ എന്ന് പറയുന്ന ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യു ആണ്. അത് കഴിഞ്ഞ് തൈസ് മാർക്കറ്റ് എന്ന പേരുള്ള ഒരു കൊച്ചു മാർക്കറ്റാണ്. തൈസ് എന്ന് പറയുന്നത് ഇവരുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒരു തുണിത്തരമാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസും ലിമിറ്റഡ് ആണ്. കൂടുതലും ചൈനീസ് വിഭവങ്ങളാണ് നമുക്ക് ഇവിടെ കഴിക്കാനായിട്ട് ലഭിക്കുന്നത്. ഈ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഒരു ചൈനീസ് ബിസിനസ്സുകാരൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ടിമോർ പ്ലാസ എന്ന പേരിൽ ഇവിടെ ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ തുടങ്ങുകയുണ്ടായി. എല്ലാ ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലെല്ലാം തിമോറിൻ്റെ തലസ്ഥാനമായ ദില്ലിയിലുള്ള എല്ലാവരും ഒത്തുകൂടുന്നത് ടിമോർ പ്ലാസയിലാണ്. നമുക്ക് വീണ്ടും ബീച്ചുകളിലേക്ക് തന്നെ തിരിച്ചു പോകാം. നിങ്ങൾക്ക് സീ ഡൈവിങ്, സ്നോർക്കലിംഗ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യണം, നല്ല വിസിബിലിറ്റി ആയിട്ട് മീനുകളെയും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ടിമോറിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള സമാധാനമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടിമോർ ലെസ്റ്റെ. ഇവിടുത്തെ സൂര്യാസ്തമയവും സൂര്യോദയവും എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ നേരെ വിട്ടോ ടിമോർ ലെസ്റ്റയിലേക്ക്.